നമ്മൾ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത് അവർക്ക് കാര്യങ്ങളെ അറിയാനും ഗ്രഹിക്കാനും കൃത്യമായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന കുറേ അൺവാണ്ടഡ് മെസ്സേജസ് അല്ലെങ്കിൽ നമ്മൾ പരസ്പരം വീട്ടിൽ പെരുമാറുന്ന രീതികൾ, ഇതെല്ലാം അവർ ഡിറ്റക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അവർ സെൻസ് ചെയ്യണ ഒരു ഭാഗമുണ്ട്. പക്ഷെ അവർക്കത് നമ്മൾ വിചാരിക്കണ പോലെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. പക്ഷെ അവരുടെ ബോഡി ഇതെല്ലാം സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ വീട്ടിലെ അന്തരീക്ഷം മൂഢമായിട്ടുള്ള അല്ലെങ്കിൽ കാർമേകപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണെങ്കിൽ ആ കുട്ടിക്ക് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരവസ്ഥയിൽ എപ്പോഴും കൺഫ്യൂഷൻ ആവും. പതുക്കെ പതുക്കെ ഈ കുട്ടി, നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ കുട്ടികൾ ഐസൊലേറ്റഡ് ആയിട്ട് മൊബൈൽ ഫോണിലും അല്ലെങ്കിൽ ഇടക്കിടക്ക് ഓഫനായിട്ട് ഇടക്കിടക്കുള്ള പല ചെറിയ ചെറിയ രോഗങ്ങളും, ഈ ജലദോഷം, പനി, ചുമ, ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ രോഗങ്ങൾ, പക്ഷെ ഇത് ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ പല രീതിയിൽ അവരുടെ ബോഡി റെസ്പോണ്ട് ചെയ്യും. എന്തുകൊണ്ടാ? അവർക്ക് ചില കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് നമ്മളെപ്പോലെ പിന്നെ തുടയും പൊങ്കലും ചേർത്തിട്ട് വിശദീകരിക്കാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. കാരണം നമ്മളെല്ലാ കാര്യവും നമ്മുടെ ബുദ്ധി വെച്ചിട്ടാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത്. പക്ഷെ അവർക്ക് അത് അത്ര തന്നെ ഭാവനയിൽ വിശദീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അവരുടെ ബോഡിയിൽ ഒരു സെൻസ് ഉണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനുള്ള ഒരു വീടാണെങ്കിൽ പതുക്കെ പതുക്കെ ആ കുട്ടികളിൽ ആ ട്രോമ നിരന്തരം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അവരിൽ ഐസൊലേറ്റഡ് ആയി മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളിലോ ഒക്കെ പതുക്കെ പോകും. വീട്ടുകാരുമായിട്ടോ അച്ഛനും അമ്മയുമായിട്ടോ യാതൊരു സമ്പർക്കവും ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് കാരണം ഇതാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, അവിടെ മുതിർന്നവരെന്ന് പറയപ്പെടുന്ന ആൾക്കാർ അവരുടെ ക്വാളിറ്റിയിൽ ആ കുട്ടിയുടെ പേഴ്സണൽ സ്പേസിൽ എൻക്രോച്ച് ചെയ്യാതെ അവനെ ഒബ്സർവ് ചെയ്യുകയും അവനോട് കൃത്യമായിട്ട് ഞാൻ പെരുമാറുന്നുണ്ടോ എന്നുള്ള ഭാഗം നമ്മളാണ് പരിശോധിക്കേണ്ടത്.